ഹായ്, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു സ്ക്രാപ്പ് ബുക്കിൻ്റെ വീഡിയോ 2-3 ദിവസം മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ബാങ്ക് പോലും അങ്ങനെ കുറേ തിരക്കുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്തണം കേട്ടോ. നല്ലതാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈക്കും ഷെയറൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, ഇടയ്ക്ക് മഴ വരും, നല്ല വെയിൽ. അപ്പോൾ മുടി ഉണങ്ങണില്ല, ഡ്രസ്സുകളൊന്നും ഉണങ്ങി കിട്ടുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് മുടി ഇങ്ങനെ പരത്തിയിട്ടിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കുറച്ച് മോഡലാവാന്ന് വിചാരിച്ചിട്ട് മോഡലാവാൻ തരത്തിലുള്ള മുടിയൊന്നുമില്ല, നമുക്ക് കുറച്ച് മുടിയില്ല, അപ്പോൾ അത് ഉണങ്ങി കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ നമ്മൾ ഇനി ഏട്ടൻ്റെ വർക്ക്, പേട്ടനൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വഴിയെ വീഡിയോയിൽ ഇടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിനി വർക്ക് ഏതൊക്കെ ബാക്കിയുള്ള 23 വർക്ക് നമുക്കിപ്പോൾ കാണാം. പിന്നെ ഈ ഞാൻ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നമ്മൾ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോവാം. ലാസ്റ്റ് കണ്ടിട്ടുള്ള വർക്ക് ബഡ്സ് വർക്കായിരിക്കും അല്ലേ. പിന്നെ വന്നിട്ടുള്ളത് അത് ഈ ഒരു വർക്കാണ് നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുള്ള വർക്ക്. നെക്സ്റ്റ് രംഗോലിയാണ്. അതങ്ങനെ കളർഫുൾ രംഗോലി അല്ല കേട്ടോ, നല്ല ഒരു വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഒരു വൈറ്റ് കളറിലുള്ള ചെയ്തിട്ടുള്ളത് കേട്ടോ, അങ്ങനെ ഡോട്ടൊക്കെ ഇട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മിനിറ്റ്. നെക്സ്റ്റ് വന്നിട്ടുള്ള വർക്ക് സ്പ്രേ പെയിൻറ്റിങ് ആണ്. ഇത് ഞാൻ സ്പ്രേ വാങ്ങിയിട്ടല്ല, നമ്മൾ ബ്രഷിൽ അങ്ങനെ കളർ മുക്കിയിട്ട്, ഇത് എന്തിൻ്റെ ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ, അത് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. നെക്സ്റ്റ് വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് സാൻഡ് വർക്കാണ്. സാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു ബുദ്ധനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ള. ബുദ്ധൻ എന്നുള്ളൊരു ഊഹം വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ രസമുണ്ട് കേട്ടോ, നമുക്ക് നേരിട്ട് കാണാൻ നല്ല കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വർക്ക് പശ അങ്ങനെ തേച്ചിട്ട് നമ്മൾ അങ്ങനെ ചിത്രം വരച്ച് പശ തേച്ചിട്ട് അതിലിങ്ങനെ സാൻഡ് ഇട്ടിട്ടുള്ള ഒരു വർക്ക് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് പറഞ്ഞു, ഏട്ടന് നല്ല ഭംഗിയുണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ പിത്ത് വർക്കാണ്. പിത്ത് വർക്കിൽ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു പായ്ക്കപ്പിൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വാട്ടർ കളറാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിത്ത് വർക്ക് ഇതാണ്. ഇതിലാണ് ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ, വെച്ചൊട്ടിച്ചിട്ട് നമ്മൾ ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ ഊമി വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ. ഊമി വെച്ചിട്ട് ഒരു ഗണപതി ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഇതാ നമ്മുടെ വൂൾ വർക്കാണ്. വൂൾ കൊണ്ട് ചെയ്തിട്ടുള്ളത് ഇതാ സ്ട്രോബെറിയാണ് ചെയ്തിട്ടുള്ളത്. സ്ട്രോബെറിയുടെ വർക്കാണ് വൂൾ കൊണ്ട് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ ഈ ബ്ലാക്ക് പൊട്ട് കാണുന്നതൊക്കെ നമ്മുടെ പൊട്ടാണ് കേട്ടോ. ബ്ലാക്ക് കളർ കാണുന്ന ഡോട്ടുകളൊക്കെ പൊട്ടാണ്, കറുത്ത പൊട്ട്. ഞാൻ കുറച്ച് പൊട്ട് അന്ന് കുറേ പൊട്ട് വാങ്ങിയിട്ട് അങ്ങനെ ഒട്ടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിലേ കാണാൻ. ഇതിങ്ങനെ വൂൾ നമ്മൾ ഇങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ പശ വെച്ചിട്ടാണ് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ സ്ട്രോബെറിയാണ് ചെയ്തിട്ടുള്ളത്. ലീഫ് പെയിൻറ്റിങ് ആണ്. അതിൽ വന്നിട്ട് ഇതാ ഒരു ആലില വെച്ചിട്ട്, നമ്മളിവിടെ കുറേ ആലില മരമുണ്ട്, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവിൻ്റെ അവിടെ എടുത്താണ് വീടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിടെ ആലില നമ്മളങ്ങനെ ഒരു പെയിൻറ്റ് ബ്രൗൺ കളർ പെയിൻറ്റ് അടിച്ച് ആലില വെച്ചിട്ട് വൈറ്റ് കളറിൽ ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ. ലീഫ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് എല്ലാം എന്താ പറയുക ഇഷ്ടമായി കേട്ടോ. ആലില തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു, അപ്പോൾ കിട്ടിയപ്പോൾ കുറച്ച് വലിയ ആലില കിട്ടിയപ്പോൾ ചെയ്തതാണ്. ബബിൾ റാപ്പാണ്. അതൊരു പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം അത് ഇതാവണ്ട വിചാരിച്ചിട്ട്, ഒട്ടിപ്പിടിക്കണ്ട വെച്ചിട്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു കേട്ടോ. ഇത് ഞാൻ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നെക്സ്റ്റ് ബഡ്സ് പെയിൻറ്റിങ് ആണ്. അതും ഇതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഒരു അംബ്രല്ലയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പേപ്പർ വെച്ച് ഒട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഒട്ടുന്നൊന്നുമില്ല, നല്ലതാണ് ഇരുന്നോട്ടെ. പിന്നെ വന്നിട്ടുള്ള വർക്ക് എംബ്രോയ്ഡറി വളരെ മോശമാണ്, കാരണം ഞാനത് ഒന്നാമത് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ ചെയ്തു കേട്ടോ. ഉദ്ദേശിച്ചത് മയിൽപ്പിലിയാണ്, അതൊന്നും ആയിട്ടില്ല, എന്നാലും ഒപ്പിച്ചു. നെക്സ്റ്റ് സ്പൈസസ് ക്രാഫ്റ്റാണ്. അതിൻ്റെ സ്പൈസസ് ക്രാഫ്റ്റിൽ വന്നിട്ടുള്ള ഞാനൊരു ക്രാബിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തുണ്ട് ജീരകവും അതേപോലെ ഇതൊക്കെ വെച്ചിട്ട് ഒരു ക്രാബിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ.
അത് ക്രാബായി എന്നാണ് ഒരു വിശ്വാസം. ഈ തെർമോക്കോൾ ബോൾ അത് കുറേ കേട് വന്നു പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമെങ്കിലും ഇങ്ങനെ കുറേ ബോൾസൊക്കെ നല്ല അങ്ങനെ പൊടിഞ്ഞ് കേട് വന്ന് പോയിരുന്നു കേട്ടോ. അതിനൊരു ബലൂണൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇത് കുറേ കേട് വന്ന് പൊടിഞ്ഞ് പോകുന്നുണ്ട് കണ്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ക്രാഫ്റ്റ് വിത്ത് കളേർഡ് റൈസാണ്. റൈസിൻ്റെ ഒരു വർക്കാണ്. നമ്മൾ കളർ ചെയ്ത റൈസ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ആൻറ്റണിയാണ്. അത് ചിലതൊക്കെ ഇങ്ങനെ പോയിരുന്നു കേട്ടോ. നമ്മൾ കളർ ചെയ്യും, ആദ്യം റൈസ് കളറിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉണക്കാൻ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കളേർഡ് റൈസ് വെച്ചിട്ട്. നെക്സ്റ്റ് വർക്ക് വന്നിട്ട് മിറർ വർക്കാണ്. മിറർ വർക്കിനൊരു ഹാങ് ചെയ്തിടുന്ന പോലെയുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതാ ഫുള്ള് മിറർ വെച്ചിട്ട് ഇവിടെ അങ്ങനെ ഹാങ് ചെയ്യുന്ന തരത്തിലൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ബ്ലാക്ക് ഷീറ്റ് വെട്ടിയിട്ട് അതിലൊക്കെ മിറർ ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ബീഡ്സ് വർക്കാണ്. അതിൽ വന്നിട്ടൊരു ഐസ്ക്രീം അതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൾ വർക്കാണ്. നമ്മൾ വള വെച്ചിട്ടുള്ളൊരു വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ മെറ്റീരിയൽസൊക്കെ എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതും പറ്റുന്ന പോലെയൊക്കെ ചെയ്തു കേട്ടോ. ഇത് നൂല് ചുറ്റിയെടുക്കാനൊക്കെ കുറച്ച് ടൈം എടുത്തു, എന്നാലും എനിക്കിഷ്ടമായിട്ട് ഈ വർക്ക്. നെക്സ്റ്റ് വന്നിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ആർട്ട് വിത്ത് കോയിൻസ്. നമ്മുടെ കോയിൻസ് വെച്ചുള്ള ആർട്ടാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വാൽക്കണ്ണാടിയാണ് കേട്ടോ. അങ്ങനെ ആയെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇതാണ് എൻ്റെ വാൽക്കണ്ണാടി എന്ന് പറയുന്നത്. കുറേ പുതിയ 1 രൂപയുടെ നാണയങ്ങളാണ് കേട്ടോ. നാണയങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ 10ൻ്റെ കോയിൻസാണ്. ഇതൊക്കെ ഷീറ്റൊക്കെ വെച്ച് അതിലിങ്ങനെ വാൽക്കണ്ണാടി പോലെ ഉണ്ടാക്കിയിട്ട് ഓരോ മുത്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് കോക്കനട്ടിൻ്റെയാണ്. അതിൻ്റെ ആ നാര് വെച്ചിട്ട് നമ്മൾ ചകിരി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. മുള്ളൻ പന്നീനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് പറയും. എനിക്ക് നല്ല ഇഷ്ടമായി. ഏട്ടനും കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് കഷ്ടം ഈ ഒരു ഇതിലിങ്ങനെ സൈഡിലേക്കൊക്കെ കിട്ടാൻ അതിന് മുള്ളു പോലെ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും ഭംഗിയുണ്ട്, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ വരച്ചിട്ട്. നെക്സ്റ്റ് വർക്ക് സ്ട്രോ വർക്കാണ്. അതുകൊണ്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു കുടം, 2 കുടം, അത് വൈക്കോലിൻ്റെ ഇത് വെച്ചിട്ട് കേട്ടോ ചെയ്തിട്ടുള്ളതാണ്. 2 കുടമാണ് വരച്ചിട്ടുള്ളത്. കുടത്തിൻ്റെ ഷേപ്പൊക്കെ മാറിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അന്വേഷിച്ചിട്ടൊക്കെയാണ് കിട്ടിയത്. പിന്നെ മാറ്റ് വർക്കാണ്. ഇത് ഒരു കുട്ടി നമുക്ക് അവർ ഉണ്ടാക്കിയതൊരു കഷ്ണം നമുക്ക് തന്നതാണ് കേട്ടോ. ഇവിടെ മാറ്റ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ വെച്ചത് ഒരു കഷ്ണം എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ചേച്ചി സ്റ്റിച്ച് ചെയ്ത് എന്താണ് ഇത് വർക്കാണെന്നറിയോ? നമ്മുടെ സ്റ്റിച്ചിങ് ക്ലോത്ത് അതിൽ ചെയ്തിട്ട് എൻ്റെ ചേച്ചി സ്റ്റിച്ച് ചെയ്ത് എന്താണ് കേട്ടോ. മിറർ അതൊക്കെ മിററൊക്കെ ഞാനാണ് ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷേ സ്റ്റിച്ച് ചെയ്തത് ചേച്ചിയാണ് കേട്ടോ. നെക്സ്റ്റ് വർക്ക് ക്രീം സ്റ്റിക്കിൻ്റെ വർക്കാണ്. അതിലിങ്ങനെ ഒരു ഹാങ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ഒരു വെൽക്കം ടു അവർ ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് വെച്ച് പറയൂ, കമൻറ്റ് ചെയ്യൂ കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഗ്രീറ്റിംഗ് കാർഡാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് കാർഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്റ്റോണല്ല മുത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് കാർഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയുന്നത്. 47 ഐറ്റംസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ സ്ക്രാപ്പ് ബുക്ക്? എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.